ഫിഫ ലോകകപ്പിന് മുന്നോടിയായി 30 ലക്ഷം തെരുവ് നായ്ക്കളെ ക്രൂരമായി കൊല്ലാനൊരുങ്ങി മൊറോക്കോ. ഓരോ 4 വർഷത്തിലും ലോകത്തിലെ എല്ലാ കോണിൽ നിന്നും കോടിക്കണക്കിന് ആരാധകരെ ആകർഷിക്കുന്ന കായിക ഉത്സവമാണ് ഫിഫ ലോകകപ്പ്. ഒരു ഫുട്ബോൾ ടൂർണമെന്റിനപ്പുറം വിവിധ രാജ്യങ്ങളുടെ വൈവിധ്യമാർന്ന സംസ്കാരങ്ങളെ ഒരുമിപ്പിക്കുകയും സമാനതകളില്ലാതെ കാണികളിൽ ആവേശം ജനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാംസ്കാരിക പരിപാടി കൂടിയാണിത്. ടൂർണമെന്റിന്റെ 100ാം വാർഷികം ആഘോഷിക്കുന്നതിനാൽ 2030 ഫിഫ ലോകകപ്പിന് വളരെയധികം പ്രാധാന്യമുണ്ട്. സ്പെയിൻ, പോർച്ചുഗൽ എന്നീ രാജ്യങ്ങൾക്കൊപ്പം മൊറോക്കോ 2030 ഫിഫ ലോകകപ്പിന് സഹ ആതിഥേയത്വം വഹിക്കുന്നുണ്ട്. ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ അവരുടെ തയ്യാറെടുപ്പുകൾ കുറ്റമറ്റതാക്കാൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ട്. പക്ഷേ മൊറോക്കോ പോലെയുള്ള ചില രാജ്യങ്ങളുടെ നടപടികൾ ക്രൂരമാണെന്ന് പറയാതെ വയ്യ. 2030 ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നതിന് മുന്നോടിയായി 30 ലക്ഷം തെരുവ് നായ്ക്കളെ കൊല്ലാൻ രാജ്യം പദ്ധതിയിടുന്നതായാണ് റിപ്പോർട്ടുകൾ. റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ നിരവധി പേരാണ് എതിർപ്പുമായി രംഗത്തെത്തിയത്. ലോകകപ്പിന് മുന്നോടിയായി സ്റ്റേഡിയങ്ങളും ഗതാഗത ശൃംഖലകളും നവീകരിച്ചുകൊണ്ട് മൊറോക്കോ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഈ സാഹചര്യത്തിലാണ് നായ്ക്കളെ കൊന്നൊടുക്കാൻ സാധ്യതയുണ്ടെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മൊറോക്കോയിൽ ഓരോ വർഷവും നിരവധി തെരുവ് നായ്ക്കൾ കൊല്ലപ്പെടുന്നുണ്ടെന്നാണ് കണക്കുകൾ. എന്നാൽ ഇപ്പോൾ മൊറോക്കോ സ്പെയിനും പോർച്ചുഗലുമായി സഹകരിച്ച് ആതിഥേയത്വം വഹിക്കുമെന്ന് ഫിഫ പ്രഖ്യാപിച്ചത് മുതൽ മനുഷ്യത്വരഹിതവും പ്രാകൃതവുമായ കൊലപാതകങ്ങൾ വർദ്ധിച്ചു വരുന്നതായാണ് റിപ്പോർട്ടുകൾ. കീടനാശിനിയായി ഉപയോഗിച്ചു വരുന്ന ഉയർന്ന വിഷമുള്ള രാസവസ്തുവായ സ്ട്രൈക്നൈൻ കുത്തിവെച്ചാണ് നായ്ക്കളെ കൊല്ലുന്നത്. അതല്ലെങ്കിൽ തെരുവിൽ തന്നെ വെടിവെച്ച് കൊല്ലുകയോ കശാപ്പ് കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോവുകയോ ചെയ്യും. വിവാദവുമായി ബന്ധപ്പെട്ട് ഫിഫ ഇതുവരെ ഒരു പ്രസ്താവനയും പുറത്തുവിട്ടിട്ടില്ല.